CPMന്റെ ആലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് വലിയ തോതിൽ അവിടെ യുവാക്കളുടെ കൂട്ടമായിട്ടുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമാവുകയാണ്. നിരവധി പേരാണ് ബിബിൻ സി ബാബുവിന് ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം ശക്തനായ CPMലെ പുഴുക്കുത്തുകളെ ചോദ്യം ചെയ്യുന്ന നേതാവാണ് എന്ന് കൃത്യമായി അറിവുള്ള നിരവധി യുവാക്കൾ മറ്റ് പല പാർട്ടികളിലേക്കും ചേരുന്നു. എന്നാൽ ബിബിൻ സി ബാബു BJPയിലേക്ക് ചേർന്നത് അതേ രീതിയിൽ അംഗീകരിക്കാൻ പലരും തയ്യാറല്ല. ചിലർ കൃത്യമായും CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. ലിജു കൃത്യമായി പറയുന്നുണ്ട്, വളരെ വൈകാതെ ആലപ്പുഴയിലെ സംഘടനാ രീതി തകരപ്പെടും, ഒരു സംശയവുമില്ല. CB ചന്ദ്രബാബുവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം ഒതുക്കപ്പെടുകയാണ്. ഇപ്പോൾ സലാമാണ് എല്ലാ രീതിയിലും ഭരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സലാമും ചിത്തരഞ്ജനും ഒന്നും വിചാരിച്ചാൽ ആലപ്പുഴയിൽ ഇനി ഒരിക്കൽ കൂടി ചെങ്കൊടി ഉയർത്താൻ കഴിയില്ല. അത്രമേൽ ജീർണിതമായി നാണം കെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് CPIM. മാത്രമല്ല, വലിയ തോതിലുള്ള റിപ്പോർട്ടുകൾ, അതായത് പ്രമേയങ്ങൾ ജില്ലയിലെ തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒക്കെ ചർച്ചയാവുകയാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥിയായ AM ആരിഫ് പല നിയോജക മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഹരിപ്പാട് അടക്കമുള്ള മേഖലയിൽ വലിയ തോതിലുള്ള വോട്ട് ഇടിവ് ഉണ്ടായി. വാസ്തവത്തിൽ AM ആരിഫിൻ്റെ ഏറ്റവും ദയനീയമായ പ്രകടനമാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ വോട്ടുകളെല്ലാം BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിലൂടെ, അതായത് ജില്ലാ പഞ്ചായത്ത് അംഗം BJPയിൽ പോകുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമായി, ആലപ്പുഴയിൽ ഇനി CPIMന് ക്ലച്ച് പിടിക്കാൻ കഴിയില്ല. വലിയ തോതിലുള്ള ഒരു അധിനിവേശം അവിടെ പോപ്പുലർ ഫ്രണ്ടും മറ്റ് സംഘടനകളും നടത്തുന്നു. CPIM ഇപ്പോൾ കൃത്യമായി SDPIയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയ തോതിലുള്ള ഫ്ലക്സുകൾ പലയിടത്തും പൊങ്ങുകയാണ്. ഇത് എത്രത്തോളം ചർച്ചയാകും എന്നുള്ളതാണ് വലിയ തോതിൽ ചിത്രീകരിക്കപ്പെടുന്ന വിഷയം. എന്തു തന്നെയായിരുന്നാലും ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം CPIMന്റെ പ്രവർത്തകർ, സാധാരണക്കാർ കൊഴിഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണം എന്നേക്കുമായി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല, ആലപ്പുഴ ജില്ലയ്ക്കകത്തുള്ള മുനിസിപ്പാലിറ്റിയും ഒക്കെ തകർന്ന് തരിപ്പണമാകാൻ, അതായത് CPIMന് വലിയ തോതിൽ അത് പ്രായോഗികമല്ലാത്ത, അതായത് എത്തപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിഭാഗീയത CPIMൽ അന്നും ഇന്നും ഉണ്ടായിട്ടുള്ള നാട് തന്നെയാണ് ആലപ്പുഴ. സാക്ഷാൽ VS അച്യുതാനന്ദൻ പോലും മാരാരിക്കുളത്ത് പരാജിതനായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം നേരെ വെച്ച് പിടിച്ചത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. 2001, 6, 11, 16 എന്നീ ഘട്ടങ്ങളിലൊക്കെ മലമ്പുഴയിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. ആലപ്പുഴയിൽ പ്രവർത്തകർ ചതിക്കും എന്ന് കൃത്യമായി വെളിവുള്ള ആളാണ് കമ്മ്യൂണിസ്റ്റ് സ്ഥാപക നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദൻ പോലും.